വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ 4 ദിവസത്തെ ക്രൂസ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് സിംഗപ്പൂർ തന്നെ എത്തിയേക്കാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സിംഗപ്പൂർ വൺ ഓഫ് ദി ക്ലീനസ്റ്റ് കൺട്രീസ് ഓഫ് ദി വേൾഡ് ആണ്. ഇറ്റ് ഈസ് എ മാൻ മെയ്ഡ് കൺട്രി. ഇവിടുത്തെ ഗ്രീനറി ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ. സിംഗപ്പൂർ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയാണ്. ഒരു 5 മില്യൺ പോപ്പുലേഷൻ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയ് ആണ്. അതുകൂടാതെ ഇംഗ്ലീഷ്, മാൻഡറിൻ ആൻഡ് തമിഴും ഉണ്ട്. കറൻസി സിംഗപ്പൂർ ഡോളേഴ്സ് ആണ്. 1 സിംഗപ്പൂർ ഡോളേഴ്സ് 230 ഫിൽസ് അല്ലെങ്കിൽ 60 റുപ്പീസ് ആണ്. സിംഗപ്പൂരിലെ സമയം ഇന്ത്യയിൽ നിന്നും 2.5 മണിക്കൂർ മുന്നോട്ടും കുവൈറ്റിൽ നിന്ന് 5 മണിക്കൂർ മുന്നോട്ടുമാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഞങ്ങള് ലാസ്റ്റ് ഡേ ഓഫ് ദ ക്രൂസ് ആണ്. ഡേ അല്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങുവാണ്. ഞങ്ങൾ കഴിക്കാൻ ജസ്റ്റ് വന്നു. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് 1 ഡേ സിംഗപ്പൂരിൽ കറങ്ങാൻ ടൈമുണ്ട്. ഈ നൈറ്റ് ആണ്, ഈ നൈറ്റ് ഞങ്ങളുടെ ഫ്ലൈറ്റ്, ഈവനിങ് ആണ് ഇവരുടെ ഫ്ലൈറ്റ്. അപ്പോൾ 1 ഡേ നമ്മൾ ചെറിയതായിട്ടൊന്ന് സിംഗപ്പൂരിൽ കറങ്ങും. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങണം. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. നമ്മളിപ്പം ക്രൂസിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഹായ്, കഴിഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു ക്രൂസ് ട്രിപ്പ്? അടിപൊളി ട്രിപ്പായിരുന്നു. ഇറങ്ങാൻ തോന്നുന്നില്ല, എന്തായാലും ഇറങ്ങേണ്ടി. ഞങ്ങൾ ഇറങ്ങുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. എല്ലാവരും 1 ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഐ റെക്കമെൻഡ്. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ക്രൂസ്? അടിപൊളി, എൻജോയ് ചെയ്തു. ലൈഫ് ഒന്ന് കാണേണ്ട സാധനം തന്നെ. എല്ലാം ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഡാഡി ക്രൂസ് ട്രിപ്പ്? അടിച്ചു പൊളിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി ട്രിപ്പ്? അടിപൊളിയായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ക്രൂസ് ട്രിപ്പ്? ഓക്കെ. കുഞ്ഞൻ ഇപ്പോഴും നല്ല ഉറക്കമാണ്. രാത്രി ഇന്ന് ഞങ്ങൾ ഉറങ്ങാൻ ലേറ്റ് ആയല്ലോ, അപ്പം അതിന്റെ ബാക്കി ഉറക്കമാണ്. അപ്പൊ ഞങ്ങളിതേ മറീന ബേയുടെ പുറത്തിറങ്ങി വന്നു. ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. കോലം കണ്ടാ അറിയാം, വേർത്ത് കുളിച്ച് നിൽക്കുക. ഇവിടെ ഉണ്ടല്ലോ, അകത്ത് ആക്ച്വലി ഫേസ് റെക്കഗ്നിഷൻ ചെയ്യാവുന്ന ക്യാമറ ഉള്ളിടത്തൂടെ നോർമലി പോകാം. പക്ഷെ കുട്ടികളുള്ളവരാണെങ്കിൽ ഒരു അഡൾട്ട് വിത്ത് 1 ചൈൽഡ് വേറെ ക്യൂ ആണ്. ആ ക്യൂ എന്ന് പറഞ്ഞാൽ പിള്ളേരുള്ള എല്ലാവരും ആ ക്യൂവില്ല. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ലോങ് ആണ്. നമ്മൾ വിചാരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കയറ്റി വിടാനാണ്. പക്ഷെ അതല്ല കാര്യം. കുട്ടികളെ ഫേസ് റെക്കഗ്നിഷൻ ക്യാമറ യൂസ് ചെയ്യാതെ മാനുവലി ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊണ്ടുപോകുന്നതാണ്. അത് ഭയങ്കര ലോങ് ക്യൂ ആയിരുന്നു. അത് തന്നെ ഒത്തിരി നേരം അവിടെ പോയി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് പെട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം പെട്ടിയെല്ലാം പെട്ടെന്ന് കിട്ടി. പക്ഷെ അകത്ത് ട്രോളിയൊന്നുമില്ല. നമ്മുടെ വലിയ പെട്ടിയൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രോളി എന്നിട്ട് പുറത്ത് കൊണ്ട് വെച്ചിരിക്കാം. പേയുടെ പുറത്ത് ഇവിടുന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. ഇവിടുന്ന് പുറത്തിറങ്ങി വന്ന് പിന്നെ ഒരാൾ എടുത്തോണ്ട് തിരിച്ചകത്ത് വന്നിട്ടാണ് ഞങ്ങളിപ്പോൾ ട്രോളിയെല്ലാം എടുത്ത് പുറത്തിറങ്ങിയതാ. എല്ലാവരും ക്ഷീണിച്ച് തളർന്നിരിക്കുക. ശാസം വണ്ടി വിളിക്കാൻ പോയിരിക്കുക. വലിയ വണ്ടി വേണമല്ലോ, നമ്മൾ ഇത്രയും ആൾക്കാരും ഇത്രയും ലഗേജും ഒക്കെ ഉള്ളതുകൊണ്ട് ഹയർസ് നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇനി ബാക്കി നമുക്ക് പോകുന്ന വഴി കാണാം. ഭയങ്കര ചൂടെടുക്കും, റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ അമ്മയെ വേർത്ത് കുളിച്ച്. ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി കിട്ടി. നമ്മൾ ലഗേജ് എല്ലാം പുറയിൽ കയറ്റി. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്ലേസിലേക്ക് പോവാണ് സിംഗപ്പൂരിൽ. ഗാർഡൻസ് ബൈ ദ ബേ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വ്യൂസ് കാണാം. ഈ ഗാർഡൻസ് ബൈ ദ ബേ എന്ന് പറയുന്നത് സിംഗപ്പൂരിന്റെ സെൻട്രൽ റീജിയനിൽ വരുന്ന 250 ഏക്കറോളം വരുന്ന ഒരു നാച്ചുറൽ പാർക്കാണ്. ഇത് 2012 ഓപ്പൺ ചെയ്തത്. ഇത് തുടങ്ങിയത് നേച്ചറിനെയും ഗ്രീനറിയും പ്രൊമോട്ട് ചെയ്യാനും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇതാണ് ഗാർഡൻസ് ബൈ ദ ബേയിലെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം. സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു സ്ട്രക്ചറാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ഇറ്റ് നീതു? റിയലി ബ്യൂട്ടിഫുൾ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി നൈറ്റ് വ്യൂ ആയിരിക്കും ഇതിന്റെ ബെറ്റർ. കാരണം ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, കുറേ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. ഇതെന്ത് 3-4 ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആയിട്ടാണ് ഇത് മുകളിലോട്ട് ഇട്ടേക്കുന്നത്. അതേപോലെ താഴെ ഓർക്കിഡ്സ്, വേറെ കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് താഴെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആൻഡ് അതായത് രാത്രി ആകുമ്പോൾ ഇവിടെ ലൈറ്റ്സും എല്ലാം ഉണ്ടാവും. സോ ഇറ്റ് മേക്സ് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ. ഇതാണ് വെൽക്കമിങ് പീപ്പിൾ ടു ദ ഗോൾഡൻ ഗാർഡന് വേണ്ടി വെച്ചേക്കുന്ന 3 പില്ലേഴ്സ്. ഇവിടെ അത്യാവശ്യം കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഡൈനിങ് കാനപ്പി. സ്റ്റാർബക്സ്, മക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതെന്തോ ബേബി?
നമ്മൾ ക്ലൗഡ് ഫോറസ്റ്റിലേക്ക് പോവാണ് ഗൈസ്. ടിക്കറ്റ് എടുക്കാൻ ചാച്ചൻ പോയിട്ടുണ്ട്. ഓ, അതിന് സെപ്പറേറ്റ് ടിക്കറ്റാ ആണോ? ഇവിടെ വേറെ ടിക്കറ്റ് എടുത്തില്ലല്ലോ. ഈ ഗാർഡൻസ് ബൈ ദ ബേയിൽ തന്നെ കുറെ സെപ്പറേറ്റ് സെക്ഷൻസ് ആണ്. ക്ലൗഡ് ഫോറസ്റ്റ്, ഫ്ലവർ ഡോം, സ്കൈ വേ, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. നമ്മൾ ഈ 3 കാര്യങ്ങൾക്കാണ് ഇപ്പൊ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ആദ്യമേ നമ്മൾ ഫ്ലവർ ഡോമിലേക്ക് പോവാം. എല്ലാത്തിന്റെയും ബൊട്ടാനിക്കലിനെ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞു ഗൈസ്. അല്ല ഇത് AC അടി ഫുൾ AC കേട്ടോ. ഓ അടിപൊളി. ഈ ഗാർഡൻസ് എല്ലാം പിന്നെ ഡിവൈഡ് ചെയ്തേക്കാണ്. കാലിഫോർണിയൻ ഗാർഡൻ, സൗത്ത് ആഫ്രിക്കൻ ഗാർഡൻ, സൗത്ത് അമേരിക്കൻ ഗാർഡൻ, ഇങ്ങനെ പല ഗാർഡൻസ് ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തേക്കാണ്. ഈ ഫ്ലവർ ഡോം ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്രീൻ ഹൗസ് ആണ്. ഞാൻ ഇവരുടെ കൂടെ You guys' turn. I'm not with that. Take a video for that. I gotta play your part. പാടി ഇവിടെ പാടി. ഈ സമയത്ത് മറ്റേതണം പൂക്കളെ ആ പാട്ടിടണം. ഞാനിടും. അപ്പോൾ ഫ്ലവർ ഡോം കണ്ടു. ഇനി നമ്മൾ ക്ലൗഡ് ഫോറസ്റ്റിലേക്ക് പോവാണ്. അവതാർ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ആണിത്. ഇവിടെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്ലാന്റ് വെറൈറ്റീസ് കാണാൻ പറ്റും. ഇറ്റ് ഹാസ് വൺ ഓഫ് ദി ടോളസ്റ്റ് ഇൻഡോർ വാട്ടർഫോൾസ് ഇൻ ദ വേൾഡ്, വിച്ച് ഇസ് അബൌട്ട് 30 meters tall. ടോട്ടലി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആട്ടോ. മാറിയ കടിക്കുക. ഇത് കണ്ടോ, ഇതെല്ലാം അവതാർ പോലെ തന്നെ കേട്ടോ. പാൻഡോറ ആൽഫ സെഞ്ചുറി ഏന്ന്. ഈ ക്ലൗഡ് ഫോറസ്റ്റിനകത്തെ ഒരു ഏരിയൽ വാക്ക് വേ ആണ് ഈ ക്ലൗഡ് വാക്ക്. നമുക്ക് അതിലൂടെ നടന്നുപോയി താഴോട്ടുള്ള ഫുൾ ഗ്രീനറി കാണാൻ പറ്റും. The actual recreator is located high up in the Halulaya Mountains. So for her benefit as well as അത് കാണിക്കുക എന്താ ചെയ്യേണ്ടത്. You can take a photo with ആ ക്യാമറ നോക്കൂ. So magical. നിന്റെ പാട്ട് ഗ്ലോയിങ്.
അതാ യു വി ലൈറ്റ്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ സ്കൈവേയിലേക്ക് പോവാണ്. അത് ഇതിന്റെ തന്നെ ബിൽഡിങ്ങിന്റെ മുകളിലായിട്ടാണ് ഉള്ളത്. ഈ സ്കൈവേ എന്ന് പറയുന്നത് ഗാർഡൻസ് ബൈ ദ ബേന്ന് 22 മീറ്റേഴ്സ് ഹൈറ്റിലുള്ള ഒരു വാക്ക് വേ ആണ്. ഇപ്പൊ കണ്ടല്ലോ, ഇതാണ് സിംഗപ്പൂരിന്റെ സ്കൈ വാക്ക്. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം ആണ്. ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങളിപ്പം സിംഗപ്പൂർ വരുവാണെങ്കിൽ ശരിക്കും ഒരു മസ്റ്റ് സീ പ്ലേസ് ആണ് ഇത്. അവതാറിന്റെ ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ്. ബെറ്റർ, പക്ഷേ നൈറ്റ് വ്യൂ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇന്നിപ്പം അത്രയും ചൂട് തോന്നുന്നില്ല. ഇവിടെ മേളിലാണ് കാറ്റെല്ലാം ഉണ്ട്. പിന്നെ താഴെയാണെങ്കിൽ ഫുൾ ഏസിയാ. പക്ഷെ ലൈറ്റ്സ് ഒക്കെ കാണണമെങ്കിൽ ബെറ്റർ നൈറ്റ് വ്യൂ തന്നെയായിരിക്കും. ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. 5 മണിക്കല്ലേ. അപ്പൊ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി വണ്ടിയിൽ കയറി. നമുക്ക് ആക്ച്വലി അക്വേറിയത്തിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ആക്ച്വലി ഡ്രോപ്പ് ചെയ്തു. ബിക്കോസ് ഞങ്ങൾക്ക് തിരിച്ച് കുവൈറ്റിന് പോകാൻ ഫ്ലൈറ്റ് ടൈം ആവുന്നു. ഞങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുള്ളൂ ഫ്ലൈറ്റ്. പക്ഷെ ഇവർ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഒത്ത് ഒരുമിച്ച് എയർപോർട്ടിലേക്ക് പോയി അവിടുന്ന് തന്നെ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇതിൽ പോകും. ഞങ്ങൾ എയർപോർട്ടിലെത്തി. ചാച്ചനും ജെസ്സിയും ലഗേജ് എല്ലാം ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ. ഞാൻ വേറെ ഒരു എയർപോർട്ടിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി കണ്ടിട്ടില്ല. അത് ആക്ച്വലി ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമ്മൾ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ എടുത്തോണ്ട് നടക്കണം. അവർക്കും അതൊരു ആക്ച്വലി ഒരു രസമാണ്. നമുക്കും പണി ഇച്ചിരി കുറവാണ്. ചാച്ചനും ജെസ്സിയും അവർ ചെക്ക് ഇൻ ചെയ്തു. അവർ കയറി. അപ്പം ഈ സിംഗപ്പൂർ വരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു എയർപോർട്ടിൽ ജ്വൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയി കാണണം എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അവിടെ എന്താ ഉള്ളതെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾ അത് കണ്ടുപിടിച്ചു ജ്വൽ. അപ്പം നമ്മൾ അകത്തേക്ക് കയറാം. നമുക്ക് ആക്ച്വലി ഒരു 3-4 hours ഉണ്ട് എയർപോർട്ടിൽ ടൈം നമ്മുടെ ഫ്ലൈറ്റിന്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി ജസ്റ്റ് ജ്വൽ എന്താണെന്നൊന്ന് നോക്കാം. ഫോറസ്റ്റ് വാലി എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ഉണ്ട്. ഷോപ്സ് ഒക്കെയാണ് ഉള്ളത്. ഈ സിംഗപ്പൂർ എയർപോർട്ടിൽ 3 ടെർമിനൽസ് ഉണ്ടല്ലോ, T1, T2, T3. അപ്പം ഈ 3ന്റെയും നടുക്കായിട്ടാണ് ഈ ജ്വൽ എന്ന് പറയുന്നത്. എന്നിട്ട് ഓരോ ടെർമിനലിലോട്ട് പോകാനായിട്ട് ലിങ്ക് ബ്രിഡ്ജും ഉണ്ട്, സ്കൈ ട്രെയിനും ഉണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കണ്ടു, ABC കുക്കിംഗ് സ്റ്റുഡിയോ. ഇവിടെ ട്രയൽ ലെസൺസും ക്ലാസ്സസും കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് ക്ലാസ്സസ്, ഓരോ ഡിഷസിൻ്റെ ഒക്കെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളിങ്ങനെ കണ്ടു. ആക്ച്വലി ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഭയങ്കര രസമുണ്ട്. Please confirm your journey below. Singapore to Trivandrum ആണ് നമ്മൾ എടുത്തേക്കുന്നത്. യെസ്. സോ ഹൗ മെനി ബാഗേജസ്? അപ്പോൾ നമ്മളുടെ ആക്ച്വലി ഇപ്പം നമ്മൾ 4 ട്രാവലേഴ്സിന് 6 ബാഗേജ് നമ്മൾ കയറ്റി വിടുന്നത്. കണ്ടിന്യൂ. ഡേഞ്ചറസ് ഗുഡ്സ് വല്ലതും ക്യാരി ചെയ്യുന്നുണ്ടോ? ഇല്ല. പ്രിന്റിംഗ് ബാഗ്, ടാഗ് ഓഫ് ആണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ടാഗ്സ് കിട്ടും. 6 ബാഗ്സിന്റെ ടാഗ്സ് ഇപ്പോൾ പ്രിന്റ് ചെയ്ത് കിട്ടും. പ്ലീസ് പ്രൊസീഡ് ബാഗ് ഡ്രോപ്പ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഡൗട്ടുള്ള ഒരു കാര്യം, ഇവിടെ നിന്ന് നമ്മൾക്കിപ്പം പറഞ്ഞ ലഗേജിനേക്കാളും വെയിറ്റിനേക്കാളും എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളതാണ്. ഇച്ചു പറഞ്ഞത് ശരിയായിരുന്നു. നമ്മുടെ ലഗേജിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ ഈ സെൽഫ് ചെക്ക് ഇൻ കൗണ്ടർ അല്ലാതെ നമ്മളെ വേറെ ചെക്ക് ഇൻ കൗണ്ടേഴ്സിലേക്ക് അവർ വിടും. അങ്ങനെ ഞങ്ങളുടെ ക്രൂസ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്രൂസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും റിക്വയർമെന്റ്സും എക്സ്പെൻസസും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത വീഡിയോ അതായിരിക്കും. സോ ഈ ഒരു ട്രിപ്പിന് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ഉറപ്പായിട്ടും അത് കാണണം. സോ അൺടിൽ ദ നെക്സ്റ്റ് ടൈം, ബൈ.